നമസ്കാരം. ഇപ്പം മനസ്സിലായല്ലോ, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇപ്പം മനസ്സിലായല്ലോ. ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ വെറുതെ പാടിയതല്ല. ആ നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ് അവര്. ഫാത്തിമ തഹ്ലിയ എന്ന പെൺകുട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇപ്പോൾ നിയമസഭയിൽ അംഗമാണവർ. അത് തന്നെ അനിസ്ലാമികമാണ്. അത് പറയില്ല. കാരണം എന്താണ്? അധികാരം, പണം എവിടെയെങ്കിലും ഒഴുകി വരുന്നുണ്ടെങ്കിൽ അത് ശേഖരിക്കാൻ പോകുമ്പോൾ അവിടെ ഇസ്ലാമുമില്ല, അനിസ്ലാമുമില്ല. അധികാരത്തിൻ്റെ കാര്യത്തിലും അത് തന്നെ. ഇപ്പോൾ ഇവിടെ നിലവിളക്ക് കൊളുത്തി ഒരു പ്രോഗ്രാം ഉദ്ഘാടനം നടത്തി നമ്മളുടെ ഫാത്തിമ തഹ്ലിയ എന്ന പെൺകുട്ടി. അതിനെതിരെ ഫത്വ ആണോ എന്തായാലും അറിയില്ല, വന്നിരിക്കുകയാണ്. അത് പാടില്ല, സമസ്തയാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജനപ്രതിനിധി ആ നാടിൻ്റെ ജനപ്രതിനിധിയാണോ, അതോ സമസ്തയുടെ ജനപ്രതിനിധിയാണോ, അതോ മുസ്ലിങ്ങളുടെ മാത്രം ജനപ്രതിനിധിയാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം മുസ്ലിങ്ങൾ കോൺഗ്രസിലുണ്ട്, CPM ലുണ്ട്, BJP യിലുണ്ട്. അപ്പോൾ ഇത് പാണക്കാടിൻ്റെ സ്വന്തം MLA, ഫാമിലി ഡോക്ടർ എന്നൊക്കെയും പറയില്ലേ, അതുപോലെ തന്നെ പാണക്കാട് ഫാമിലി MLA. ഇവിടെ സമസ്ത എന്ന് പറയുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ സമസ്തയാണ് ആകാനാണ് സാധ്യത. അതല്ലേ സമസ്തയായിട്ടുള്ളൂ. അവരാണ് പറഞ്ഞിട്ടുള്ളത് അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണമെന്ന്. അത് വർജിക്കണം. എവിടെ വർജിക്കണം? നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി നിന്നുകൊണ്ട് ആരെയും കുരിശു വരയ്ക്കാറുണ്ടോ ഇങ്ങനെ? അപ്പം അവിടെ പോയിട്ട് തൊഴും. അതിന് ക്രിസ്ത്യാനികളോടെ പോകുന്നുണ്ട്, അവരെന്താ ചെയ്യുക? തൊഴും. അവർ കുരിശു വരയ്ക്കാറില്ല. അത്തരം സങ്കേതങ്ങളിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ജനപ്രതിനിധിയായി പോയിട്ട് ആ ജനത്തിൻ്റെ പല പ്രോഗ്രാമിലും പങ്കെടുക്കുമ്പോൾ അവിടെയും ഈ ശരീഅത്ത് പ്രോഗ്രാം കുത്തിച്ചെലുത്തുന്നത് ശരിയാണോ? ഇതാണ് ചോദ്യം. സമസ്തയുടെ മുഷാവറ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അറിയില്ല. കമ്മിറ്റി എന്നോ മറ്റാണ് അതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു. സമസ്ത കമ്മിറ്റി എന്ന് വയ്ക്കുക. അവരുടെ യോഗത്തിലാണ് ഈ വിഷയം വലിയ ചർച്ചയായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പെൺകുട്ടി കണ്ണും മൂക്കും വായും എല്ലാം മറയ്ക്കാതെ നിയമസഭയിൽ ആണുങ്ങളുടെ ഒപ്പം പോയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് അതൊരു തെറ്റാണ്. നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ അന്നുണ്ടാകണമല്ലോ ഈ മുഷാവറയും കാര്യങ്ങളൊക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടോ എനിക്കറിയില്ല. സ്ത്രീകൾക്ക് അവിടെ സാമാജികരാകാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ഇലക്ഷൻ നിർത്തി അവിടെയുള്ള സകലമാന പേരുടെയും വോട്ട് വാങ്ങിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് വാങ്ങിച്ചു, ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിച്ചു, ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങിച്ചു, മുസ്ലിങ്ങളിൽ പല വിഭാഗത്തിനെയും വോട്ട് വാങ്ങിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുരങ്ങൻ്റെ കഴുത്തിൽ ചരടിട്ട് നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. ഈ ഫാത്തിമ തഹ്ലിയ എന്ന് പറഞ്ഞ് ആ കുരങ്ങൻ കുട്ടിയുടെ കഴുത്തിൽ കയറിട്ടിട്ട് അങ്ങോട്ട് ചാടടാ ഇങ്ങോട്ട് ചാടടാ എന്ന് പറയുന്ന അവസ്ഥയിലാക്കിയില്ലേ കാര്യങ്ങൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ നാടൻ ഭാഷയിൽ ഞാൻ പറ്റിക്കുകയല്ലേ ചെയ്തത്? ആ വോട്ട് ചെയ്തവരെ പറ്റിക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്തത്? ഇവിടെ പേരാമ്പ്രയിൽ ഒരു റെസ്റ്റോറൻറ്റ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതാണ് ഇപ്പോൾ ഈ വിവാദമായത്. അതൊരാചാരത്തിൻ്റെ ഭാഗമൊന്നുമല്ല. കേരളത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി അത്ര മാത്രമേ ഉള്ളൂ. അത് ഫുട്ബോൾ മാച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനകത്ത് പൂജയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രോച്ചാരണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തന്ത്രമന്ത്രാദികളോ മുദ്രകളോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു തുടക്കം വെക്കണ്ടേ?
തുടക്കം വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കോഴിമുട്ട വെച്ചിട്ട് കിട്ടേ എന്ന് ഉടയ്ക്കുക, അങ്ങനെ ഒരു തുടക്കം വയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വല്ല തുടക്കമുണ്ടോ? ഭാരത സങ്കല്പ പ്രകാരം നിലവിളക്ക് കൊളുത്തി പ്രകാശിതമാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. പ്രകാശിതമാക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അത്ര പ്രകാശം വേണ്ട, എന്താ പറയുക, അത്ര പ്രകാശം വേണ്ട. ഇതര മതക്കാർ നിർവഹിക്കുന്ന ചടങ്ങുകളും ആചാരങ്ങളും വർജിക്കണം. ഇവിടെ ഓണം വരാൻ പോവുകയാണ്, സെപ്റ്റംബറിൽ ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ദുബായിൽ ഒരുത്തനുണ്ട്, ഒരു ഫക്ക്, ഹംസറുൾ ഫക്കോ അങ്ങനെ ഒരു ഫക്കുണ്ട്. അവൻ വരും. ഇത്തവണ അവൻ അടി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കൂടെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ, ഹിന്ദുക്കളുടെ ചടങ്ങുകൾ, ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങൾ അതിൽ കയറിയിട്ടപ്പോൾ കളിക്കുന്നത്. അതിനെയാണ് നിങ്ങൾ ചവിട്ടിക്കൂട്ടുന്നത്. ഞാനൊരു സാധാരണ പോലൊരു ചോദ്യം ചോദിച്ചോടെ, എന്താടാ നിങ്ങൾക്ക് ഇത്രയും വിഷമം? എന്താടാ നിങ്ങൾക്ക് ഇത്രയും വിഷമം? നിങ്ങളുടെ മുഹമ്മദ് ബിൻ സൽമാൻ, മക്തൂം എന്ന് പറയുന്ന ദുബായ് ഷെയ്ഖ്, അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു ഷെയ്ഖിൻ്റെ പ്രതിരൂപമായിട്ട് നമുക്കെല്ലാവർക്കും അഭിമാനമായിരിക്കുന്ന യൂസഫ് അലി അവർകൾ സാഹിബ്, ഇവരൊക്കെയും വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ. ഒബാമ വിളക്ക് കൊളുത്തിയിട്ടുണ്ടല്ലോ. മറ്റേ ട്രംപ് വിളക്ക് കൊളുത്തിയിട്ട് എന്തോ പരിപാടിയിൽ ആസൂത്രണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനേറെ നമ്മളുടെ ഇവിടെ ഈ അബുദാബിയിൽ ചടങ്ങുകൾ വിളക്ക് കൊളുത്തി ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ആ അബുദാബിയിൽ മറ്റേ എന്തായാലും പറയുക, ഓണസദ്യ വിളമ്പുന്നുണ്ടോ ലോടാ, നായിൻ്റെ മക്കളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണ് നിങ്ങളെ വിളിക്കേണ്ടത്. നിങ്ങൾ ഈ കേരളത്തിൽ കുളം കലക്കുകയാണ് ചെയ്യുന്നത്. ഷാർജ രാജകുമാരി വന്ന് ഇവിടെ നമ്മളുടെ ചെന്നൈക്കടുത്തുള്ള വെല്ലൂര് സുവർണക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ അമുസ്ലിമായിട്ട് മാറിയിട്ടില്ല. അതൊരു മര്യാദയാണത്. നിങ്ങൾ കാണിക്കുന്നത് കൃത്യമായിട്ടും പോക്രിത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്, തെണ്ടിത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ സ്വയം പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം തട്ടി ഒരു മൂലയ്ക്ക് കൊണ്ടിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. വാസ്തവത്തിൽ നേരത്തെ നിലവിളക്ക് കൊളുത്തിയതിൽ ഈ ഫാത്തിമ തഹ്ലിയയെ വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതനൊരുത്തനുണ്ട്, ഹുസൈൻ സലഫി. എന്തുട്ടുണ്ടോ ഈ സലഫിയും കോണവും? ഹുസൈൻ സലഫി തമ്മിലടിയാണ്. സലഫി അതാണ് ഇതാണ് മറ്റാണ് തമ്മിലടിയാണ് ഇവറ്റകൾ തമ്മിൽ. അതിനെ വിമർശിച്ചുകൊണ്ട് ഈ സലഫി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ്, ഈ കേരളത്തിൽ കിടന്ന് ഓടുന്ന തീവണ്ടി മാത്രമാണ് ഈ മുസ്ലിം ലീഗ്. ഫാത്തിമ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി. മമ്മൂട്ടി നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ടല്ലോ, ഒന്ന് ഉറക്കെ പറ. എടോ മമ്മൂട്ടി, താൻ ഇത് ഇനിമേൽ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ തന്നെ ഞങ്ങൾ ഇസ്ലാമിനെ പുറത്താക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ പറ. നിങ്ങളുടെ അടി മുതൽ മുടി വരെയുള്ള രോമകൂപങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും, ഗുദത്തിനകത്തുള്ള ശ്മശ്രുവിനകത്തുള്ള അവിടെയെങ്കിലും കുറച്ച് ധൈര്യമുണ്ടി ഒന്ന് പറ. യൂസഫ് അലി സാഹിബിനോട് പറ, നിലവിളക്ക് കൊളുത്തരുതെന്ന് പറ. അതൊന്നും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സാധിക്കാവുന്നോടത്തിട്ട് അളക്കുക, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ തുടക്കക്കാരിയാണല്ലോ, അവിടെ ഇട്ട് ഇളക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അനുഭവിക്കാൻ കെടുക്കുന്നേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ. ഈ സംഭവത്തിൽ ഫാത്തിമയെ അഭിനന്ദിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ അവർ രംഗത്ത് വന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശശികല ടീച്ചർ താങ്ങി ബെസ്റ്റ് ബെസ്റ്റ് കണ്ണാന്നല്ല അല്ലേ, കുട്ടീന്ന് വിളിക്കാം, ബെസ്റ്റ് കുട്ടി ബെസ്റ്റ്, നീ ചെയ്ത് നന്നായിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഉടനെ തന്നെ ചൊറി അയ്യോ മാന്തര്. ഇതാണ് സംഭവം. നിങ്ങൾ ശശികല ടീച്ചറേക്ക് മാറ്റി നിർത്ത്. ശശികല ടീച്ചർ മാത്രമാണ്. അതാണ് ശശികല ടീച്ചർ ഇവിടെ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ പ്രതിനിധിയൊന്നുമല്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ഇത്ര മാത്രം വഷളാവണ്ട. ശശികല ടീച്ചർ കലക്കും, അത് വേറൊരു കാര്യമാണ്. അവരത് ചെയ്യും. അവർ വെറുതെ ചെയ്യുന്നതല്ല, ശരിയല്ലേ ഇവർ പറഞ്ഞത്? അവരിപ്പോൾ എന്താ ചെയ്തത്? ഇന്ത്യൻ സംസ്കാരം, ഭാരതീയ സംസ്കാരം പ്രകാരമുള്ള അസതോമ ജ്യോതിർഗമയ തമസോമ ജ്യോതിർഗമയ അസതോമ
ഇപ്പോൾ എല്ലാം മറക്കുകയാണ്, വയസ്സായതുകൊണ്ട് മന്ത്രങ്ങൾ പോലും ഓർമ്മയില്ല. അതായത് ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഒരു ക്രിസ്ത്യൻ ഗാനമുണ്ട്, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞ്. ഇത്രയല്ലേ ചെയ്തുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്യല്ലോ ചെയ്തത്, നിലവിളക്ക് കൊളുത്തല്ലേ ചെയ്തത്. ഞാൻ ഈ സത്യം പറഞ്ഞ നാവിൻ്റെ തുമ്പത്ത് നായിൻ്റെ മക്കളെ തന്നെ, നിങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ 60 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ എന്താ കൊളുത്തിയിരുന്നത്? 60 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കൊളുത്തിയിരുന്ന സോളാർ ലൈറ്റ് ആണോടാ കൊളുത്തിയിരുന്നത്? അതോ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും പറയാം ഇലക്ട്രിക്, അതല്ലെങ്കിൽ സോളാറ്, അതല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചുള്ള ലൈറ്റ് ആയിരുന്നു. അന്ന് ഈ വിളക്കല്ലേ കൊളുത്തിയിരുന്നത് നിങ്ങൾ? അന്ന് ഈ വിളക്കല്ലേ കൊളുത്തിയിരുന്നത്? ഇപ്പം ഗൾഫ് ആരംഭിച്ചോട് കൂടിയിട്ട് അങ്ങോട്ട് വമ്പന്മാരായി മാറി. അഹങ്കാരമാണത്. അഹങ്കാരത്തിൻ്റെ തിമർപ്പാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. വിളക്ക് കൊളുത്തിയത് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടി വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതാണോ അവളുടെ മനസ്സിലുള്ള ഇസ്ലാം? അങ്ങനെ ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണോടാ നിങ്ങളുടെ ഇസ്ലാം ചോദിക്കുന്നത്? ഞാനല്ല, യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് ചോദിക്കുന്നത്, അഥവാ യഥാർത്ഥ മുസ്ലിങ്ങളാണ് ചോദിക്കേണ്ടത്. ഒരു നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതാണോടാ? പണ്ടൊക്കെ ഇവർക്ക് ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തിരിച്ച് സലാം മടക്കാൻ പാടില്ല. കാരണം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെയും അസ്സലാമു അലൈക്കും വ അലൈക്കും മുസലാം, നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, അഥവാ അള്ളാഹു. അത് ചെയ്യാൻ പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം മുസ്ലിങ്ങൾക്ക് മാത്രം ആയതുകൊണ്ട് തന്നെ സലാം മടക്കാൻ പാടില്ല. ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇങ്ങോട്ട് സ്വാമി നമസ്കാരം, ഞാനും നമസ്കാരം പറയും. ചിലർ പറയും സ്വാമി അസ്സലാമു അലൈക്കും എന്ന് പറയും. ഞാൻ പറയും അലൈക്കും അസ്സലാം എന്ന് പറയും. ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഉള്ളിലുള്ള തത്വസംഹിതകൾ അവിടെ ലയിച്ചു പോകാൻ പോകുന്നില്ല. അവരുടെ ഉള്ളിൽ അവർ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഇസ്ലാം നശിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെന്താ കരുതുന്നത്? വെറുമൊരു എന്താ പറയുക, ആനയെ കൊല്ലാൻ ഒരാൾ പറയാണ്, ആനയെ കൊല്ലാൻ ഞാൻ നല്ലൊരു വടി തരാം. എന്താണെന്ന് അറിയാമോ? ചെത്തിപ്പൂവിനകത്ത് അതിൻ്റെ ഒരു നാരുണ്ടല്ലോ, അത് പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നാര് കാണാം. അത് തലമുടിയേക്കാൾ ചെറുതാണ്. അതുകൊണ്ടൊരു ഒറ്റ അടി അടിച്ചാൽ ആന ചാവും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ആ ആന എന്താനയാണ്? ആ ആന എന്താനയാ? ചെത്തിപ്പൂവിനകത്തുള്ള അല്ലെങ്കിൽ താമര നൂല് കൊണ്ട് അടിച്ചാൽ ചാവുന്ന ആനയാണോ? അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഇസ്ലാമിൽ എന്തർത്ഥമുണ്ട്? ഒരു പെൺകുട്ടി ദീപം തെളിയിച്ചാൽ, നെയ്യ് ഒഴിച്ചോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ അവിടെ തിരിയിട്ട് ദീപം തെളിയിച്ചാൽ നശിച്ചു പോകുന്നതാണ് അവളുടെ വിശ്വാസമെങ്കിൽ ആ വിശ്വാസം എന്ത് ഊമ്പിയ വിശ്വാസമാണ്? നിങ്ങൾ പറയാം. എന്ത് തൊലിഞ്ഞ വിശ്വാസ, എന്ത് അളിഞ്ഞ വിശ്വാസ, എന്ത് ഇളിഞ്ഞ വിശ്വാസ? പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മുസ്ലിങ്ങളെ കളിയാക്കിയത്, മുസ്ലിങ്ങളെയല്ല കളിയാക്കിയത്, നിങ്ങളാണ് മുസ്ലിങ്ങളെ കളിയാക്കുന്നത്. നിങ്ങളാണ് മുസ്ലിങ്ങളെ കളിയാക്കുന്നത്. മുസ്ലിങ്ങളുടെ മാത്രം രാജ്യമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പോയി അവരൊക്കെ എത്ര മനോഹരമായിട്ട് ലോകം കണ്ടു ജീവിക്കുന്നവരവർ, ലോകത്തിൻ്റെ മാറ്റങ്ങൾ കണ്ടു ജീവിക്കുന്നവരവർ എന്ന് വെച്ച് അപ്പനെ അമ്മാന്നോ അമ്മയെ അപ്പാന്നോ വിളിക്കാറില്ല. അതവരുടെ അതവരുടെ ആചാരങ്ങളാണ്, അവരുടെ ഉള്ളിലുള്ള ഉറപ്പാണത്. അവരുടെ ഉള്ളിൽ ഒരു അള്ളാഹു എന്ന സങ്കല്പം, പരമദൈവത സങ്കല്പം, അതിനൊരു പ്രവാചകൻ, ഇസ്ലാം, ഖുറാൻ, അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതിൻ്റെ പേരിൽ ആൾ വന്ന് നമസ്കാരം സുഹൃത്തെ പറയുമ്പോൾ ഞങ്ങൾ നമസ്കാരം മുടക്കില്ല. അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ച് വിളക്ക് കൊളുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിളക്ക് കൊളുത്തില്ല. ഇത് നിങ്ങൾ എവിടെ വെച്ചാൽ പറയണതെന്ന് അറിയോ? ഇന്ത്യയിൽ വെച്ചാൽ പറയുന്നത്. ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗ് ഞാൻ പറയാം, അടികിട്ട വേറെ മാർഗമൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഇവിടെ കണക്കിലെടുക്കുന്നുണ്ട്. KP ശശികല ടീച്ചറൊന്നും വെറുതെ പറഞ്ഞല്ല, അവിടേക്കും ജേണലിൽ എഴുതി വയ്ക്കുന്നുണ്ട്. ഇന്ന് സംഭവിച്ചതൊക്കെ എല്ലാം കൂട്ടമായിട്ട് നിങ്ങളുടെ തലയിൽ തൂറി വയ്ക്കുമ്പോൾ ഒരു അവസാനം അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും പേരാമ്പ്ര മണ്ഡലത്തിലെ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടന ചടങ്ങിനിടെ മുസ്ലിം ലീഗ് നേതാവും MLAയുമായിട്ടുള്ള ഫാത്തിമ ചകലിയ നിലവിളക്ക് കൊളുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ ചൊറിയും കടിയും ആരംഭിച്ചത്. ഈ ആഴ്ച വരുന്ന ദൃശ്യങ്ങൾ മുസ്ലിം ലീഗ് അണികൾക്കിടയിലും വിവിധ മതവേദികളിലും ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലും വലിയ ഇതിൽ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞോന്നറിയില്ല, ലീഗ് ഭരിക്കും, കേരളത്തിൽ ലീഗ് പറയുന്നതാണ് നിയമങ്ങൾ ആക്രോശിച്ചില്ലേ, അതല്ലേ കാണുന്നത്. ആ ബിന്ദു കൃഷ്ണ അവരുടെ കാരണവരെ പോയി കണ്ടു.
അവരുടെ നേതാവിനെ പോയി കണ്ടു. അതിനെ പ്രതി ഞാൻ ചുരുങ്ങിയത് 1000 പ്രസ്താവനകളിലും കണ്ടിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയെ തെരുവിലെ പെണ്ണ് എന്ന് വിളിക്കുന്ന രീതിയിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി കുനിഞ്ഞു നിൽക്കാമായിരുന്നില്ലേടി എന്ന് ചോദിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് തിരിച്ച് ചോദിക്കുന്നത്. തിരിച്ച് ചോദിക്കണമെന്ന് വെച്ചിട്ടല്ല. ഇവിടെ പാണക്കാടിൻ്റെ കീഴിലുള്ള മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള കുറേ കുട്ടികൾ അവിടെ തൊടുപുഴയിലെ മറ്റോ ഏതവനാണ് സുകുമാരൻ ചോദിച്ചു, ഏതവനാണ് വെള്ളാപ്പള്ളി? ഞാൻ തിരിച്ചു ചോദിച്ചു, അത് ചോദിച്ചതിൻ്റെ പേരിലാണ് ചോദിച്ചത്, ഏതവനാണ് ആ പാണക്കാട്? അത് വാങ്ങിച്ചതല്ലേ വാസ്തവത്തിൽ? ഇപ്പോൾ തമ്മിൽ അതിനുശേഷം എത്രയോ ആൾക്കാർ ഇതുപോലെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നതല്ലേ? പാണക്കാടിനത് പുതുമയല്ലേ വാസ്തവത്തിൽ? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അവർ ചോദിച്ച് വാങ്ങിക്കുന്നതല്ലേ വാസ്തവത്തിൽ? വിളക്ക് കൊളുത്തുന്നത് കേവലം ഒരു സാംസ്കാരിക ആചാരം മാത്രമാണെന്ന് അവർ തന്നെ ഒരു വിഭാഗം ആൾക്കാർ വാദിക്കുന്നുണ്ട്. മതപരമായിട്ടുള്ള പ്രതീകങ്ങളുള്ള ഇത്തരം ചടങ്ങുകളിൽ ഒരു മുസ്ലിം ജനപ്രതിനിധി എന്തിനാ പങ്കെടുക്കുന്നത്? എന്തിനാണ് ജനപ്രതിനിധി ആകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇലക്ഷന് മത്സരിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ പലപ്പോഴും മുഷാവറ തന്നെ എന്തോ അറിയില്ല നടക്കുന്ന സമയത്ത് ഒരു തുണി ഇട്ടിട്ട് ആ തുണിയുടെ ഇപ്പുറത്തെ സ്ത്രീകളെ ഇരുത്തുക. അവർ ആണുങ്ങളെ കാണാൻ പാടില്ല, ആണുങ്ങൾ ഇവരെ കാണാൻ പാടില്ല. ഇവിടെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു മതമാണ് മുസ്ലിം മതം, ഇസ്ലാം. ഈ ആണും പെണ്ണും തമ്മിൽ കാണാതെയും പരിപാടി നടത്താതെയാണോ ഇത്രയും കുട്ടികളുണ്ടായത്? അതോ ഇനി ആ ഭാഗം മാത്രം, പെണ്ണിൻ്റെ ലിംഗത്തിൻ്റെ യോനി തടം മാത്രം ഒരു ദ്വാരം ഉണ്ടാക്കുക, പുരുഷന്മാരുടെ ആ കോലുണ്ടല്ലോ അവിടെ മാത്രം ഒരു ദ്വാരം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇടുക, എന്നിട്ട് ഇങ്ങോട്ട് ശുക്ലം വിസർജിക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണിലെടുത്ത് അങ്ങോട്ട് ഒഴിക്കുക? പറയുമ്പോൾ വിഷമം തോന്നരുത്. അങ്ങനെയാണോ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാറുള്ളത്? അങ്ങോട്ട് കാണാൻ പാടില്ല, ഇങ്ങോട്ട് കാണാൻ പാടില്ല. ഇവിടെ മറ്റേ മുസ്ലിം സ്ത്രീകളൊക്കെ ആ മിഠായി തെരുവിലും തൃശ്ശൂർ കൊക്കാലിലും എല്ലായിടത്തും അവർ ജീൻസും പാൻറ്റും ഷർട്ടും ഇട്ട് അവർ അന്തസ്സായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ കുറേ കൂശുമാണ്ടങ്ങളുണ്ട് ഇവരെ പിടിച്ചു വലിക്കാൻ തയ്യാറുള്ള, പിടിച്ചു വലിക്കാൻ നടക്കുന്ന കുറേ കൂശുമാണ്ടങ്ങൾ. അതിന് ചെവി കൊടുക്കാൻ വലിയ കൂട്ടം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഏതായാലും ഈ വിവാദം വലിയ രൂപത്തിൽ ഇത് അനാവശ്യമാണെന്ന് വ്യക്തമാക്കിയ ഒരാളുടെ കാര്യം പലരും പറഞ്ഞിട്ട് ഒരാളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പ്രൊഫസർ MN കാരശ്ശേരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ തഹ്ലിയ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നന്നായി. ഏതായാലും അങ്ങനെ ഒരാളെങ്കിലും പറയാനുണ്ടായല്ലോ. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. ഈ സംഭവത്തെ പ്രതി ഒരാൾ എനിക്ക് അയച്ചു നിന്ന് ഒരു 2-3 സെൻറ്റൻസ് മാത്രം ഇതാണ്. അതായത് നിലവിളക്ക് കൊടുത്തിട്ടുണ്ട്, ജാറം, അതുപോലെ അതൊക്കെ ഈ ജാറത്തിലോ മറ്റോ നമ്മുടെ ഭീമാപ്പള്ളിയിലോ മറ്റോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അവിടെ എവിടെയാണെന്ന് അറിയില്ല, അവിടെ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. അതൊക്കെയും കൊണ്ട് വല്ല നമ്മുടെ യോഗിയോട് പറഞ്ഞാൽ മതി, ഫ്രീ ആയിട്ട് ബുൾഡോസർ അയച്ചു തരും. അതൊക്കെ കൊണ്ട് ആദ്യം നിരത്ത്. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം, ഈ ഇന്ത്യ ഒരു അറേബ്യൻ രാജ്യമല്ല, ഒരിക്കലും ഒരു അറേബ്യൻ രാജ്യമായിട്ടുമില്ല. ഇവിടെ നടക്കുന്നത് ഖലീഫ ഭരണമല്ല, ഇത് ഇസ്ലാമിക ഭരണമല്ല, ഇവിടെ ശരീഅത്ത് നിയമമല്ല നടമാടുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എന്തിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്? ഉത്തരം പറ. എന്തിനാണ് അവിടെ നിയമസഭയിലെ ആണുങ്ങളുടെ ഇടയിൽ കൊണ്ട് ബിംബക്കുറ്റിയെ ഇരുത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സുന്ദരിക്കറ്റിയെ തൊട്ട് നക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ വലിയ വലിയ പായസമൊക്കെ കിട്ടുന്ന എല്ലാവർക്കും ഒരേ ഗ്ലാസ് പായസം, അല്ലെങ്കിൽ 2 ഗ്ലാസ് പായസം. ഒരു ഗ്ലാസ് പായസം കഴിച്ചിട്ട് രണ്ടാമത് കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുളിയിഞ്ചിയോ അല്ലെങ്കിൽ ഇഞ്ചമ്പുളിയോ അല്ലെങ്കിൽ എന്താ അച്ചാറൊന്ന് അങ്ങനെ തൊട്ട് നക്കണം. അതിനുവേണ്ടി തൊട്ട് നക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുകയാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുകയാണ് അവിടെ. അത് അനിസ്ലാമികമല്ലേടോ? തെരഞ്ഞെടുപ്പിൽ ഒരു പെണ്ണിനെ നിർത്തുന്നത്, അത് ആണുങ്ങളുടെ ഇടയിൽ പോയി നിൽക്കുന്നത്, നാളെ സമരം നയിക്കാൻ ഒപ്പം പോണ്ടേ? അത് അനിസ്ലാമിക അല്ലേടോ? ഇനി അതുപോലെ തന്നെ ആ നിയമസഭയിലുള്ള പല കാര്യങ്ങൾക്കും നിലവിളക്ക് കൊടുത്തേണ്ട സാഹചര്യം വരുമ്പോൾ എന്തിനേറെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ പുറങ്കാൽക്ക് അടിച്ചു മാറ്റിയതല്ലേ നിങ്ങൾ? തൊപ്പി വലിച്ചെറിഞ്ഞതല്ലേ നിങ്ങൾ? ഇപ്പം നിങ്ങൾക്ക് ഗോഡാഹു അല്ലേ, ദൈവാഹു അല്ലേ? നിങ്ങൾ അങ്ങനെ ആക്കി മാറ്റിയില്ലേ? നിങ്ങളെ തന്നെ ചവിട്ടിയില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് വന്ദേ മാതരം
അത് പറഞ്ഞപ്പോൾ സ്റ്റഡി വടി കണ്ടീഷനായിട്ട് എണീറ്റ് നിന്നില്ലേ? ഇനിയും പലയിടത്ത് എണീറ്റ് നിൽക്കേണ്ട വരില്ലേ? അപ്പം എന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങളേക്കും ജനപ്രതിനിധികളാക്കുന്നത്? ഇവിടെ ഇതര മതസ്ഥരോട് സൗഹൃദം കാണിക്കണം. ഞങ്ങളുടെ പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും സൗഹൃദം കാണിക്കണം. ഞങ്ങളുടെ പ്രവാചകൻ അതാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇടവിട്ട് പറയുന്നുണ്ടല്ലോ. മതേതരത്വം, ലീഗിൻ്റെ മതേതരത്വം. ഇന്ന് വരെ ഒരു ലീഗോളിയും ഒരു പാണക്കാടനും ആരെയും ദ്രോഹിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല കേട്ടോ. സംസാരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. വടിയെടുത്ത് അടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഹിന്ദുക്കളുടെ തലയിൽ വടിയെടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അവരെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത്. നിങ്ങൾ അവരെയാണ് അവഹേളിക്കുന്നത്. ഈ ഹിന്ദുസ്ഥാനത്തിൽ വന്ന് ഹിന്ദുക്കളുടെ തലയിലാണ് നിങ്ങൾ തൂറി വയ്ക്കുന്നത്. ഓർത്തോ, ഇതിനൊക്കെയൊരു മറുപടി ഉണ്ടാവും. ഓർത്തോ ഏതായാലും. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അണ്ടിയോട് അടുക്കുമ്പോൾ പുളി അറിയാം, മാങ്ങയുടെ പുളി അപ്പോൾ അറിയാം. അതല്ല ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ഏതായാലും ആരാധനയുടെ ഭാഗമായിട്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തതല്ലല്ലോ ഈ ദീപം കൊളുത്തുന്നത്. അതൊരു പ്രോഗ്രാം മാത്രമല്ലേ, അവിടെ നടന്ന ഒരു ഇനാഗുറേഷൻ പ്രോഗ്രാം മാത്രമല്ലേ. അല്ലാതെ അവിടെ പോയിട്ട് പള്ളിക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ലല്ലോ. അല്ലെ അമ്പലത്തിൽ കയറി, ശരിയാണ്, ഫാത്തിമ തഹ്ലിയ അമ്പലത്തിൽ കയറിയിട്ട് സാഷ്ടാംഗ നമസ്കാരം നടത്തി. അതൊക്കെയാണ് ഈ പറയാനുള്ള അവകാശമുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആരാധനയുടെ ഭാഗമായി അതിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരു അപകടമാണ് വാസ്തവത്തിൽ. അതൊരു തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ഹിന്ദുവിൻ്റെ ആൾ പോയിട്ട് തലയിൽ തൊപ്പിക്കിയിട്ട് നാളെ നിസ്കാരപ്പായാലും നിസ്കരിക്കുമ്പോൾ ആൾക്കാർ പറയും എന്താണോ ഇങ്ങനെ എന്ന് ചോദിക്കും. അത് സ്വാഭാവികമാണ്. ഏതായാലും മറ്റ് മതക്കാരുടെ വോട്ട് വാങ്ങി അണ്ണാക്കിലേക്ക് ഇങ്ങനെ കയറ്റാമല്ലേ? അത് ഹറാമാകുമോ? മുസ്ലിം ജനപ്രതിനിധികളൊക്കെ മതഭ്രാന്തന്മാരാണെന്ന് ഇനി ഞങ്ങളൊക്കെ ഒന്ന് കരുതിക്കോട്ടെ. വിഷമമുണ്ടോ? പരസ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, ഞങ്ങളെന്ത് തോന്നിവാസവും കാണിക്കും, ആരുടെയും തലയിൽ കയറി ഞങ്ങൾ തൂറും, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ. ഏതായാലും അവരുടെ സ്ലോഗൻ എന്താണത്? ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ. നമ്മൾ കേട്ടതാണല്ലോ അത്. അതാണ് നടപ്പാക്കുന്നത്. ആരവിടെ ചോദിക്കാൻ? ഏതവനാടാ സുകുമാരൻ, ഏതവനാടാ വെള്ളാപ്പള്ളി തെമ്മാടി, സുകുമാര തെമ്മാടി. അവരേക്ക് ഈ രീതിയിലാണ് ഇവർ കണ്ടിട്ടുള്ളത്. ആരും ചോദിക്കാനും പറയാനുമില്ല. ഹിന്ദുക്കളുടെ തലയിൽ കയറി എപ്പോൾ വേണേൽ തൂറി വയ്ക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ഇനിയും വീണ്ടും വരുന്നതെങ്കിൽ ഒരിക്കൽ എല്ലാം കൂടി തവിട് പൊടിയാകും കേട്ടാ.